രാത്രികളിൽ ആകാശത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അനേകം നക്ഷത്രങ്ങളെ കാണുവാനായി സാധിക്കും. ഈ മിന്നിത്തിളങ്ങുന്ന ഓരോ നക്ഷത്രങ്ങളും ഭീമാകാരമായ ഓരോ തീഗോളങ്ങളാണ്. എന്നിട്ടും ഇവയൊന്നും എന്തുകൊണ്ട് പൊടുന്നനെ പൊട്ടിത്തെറിക്കുന്നില്ല? ഒരു നക്ഷത്രം പൊട്ടിത്തെറിക്കാതെ നിലനിൽക്കുന്നത് രണ്ട് വിപരീത ശക്തികൾക്കിടയിലുള്ള ഒരു സൂക്ഷ്മമായ സന്തുലിത അവസ്ഥയെ തുടർന്നിട്ടാണ്. നക്ഷത്രത്തിൻ്റെ ഭാരം കാരണം അതിനെ ഉള്ളിലേക്ക് വലിക്കുന്ന ഗുരുത്വാകർഷണ ബലവും, മറ്റൊന്ന് നക്ഷത്രത്തിനുള്ളിൽ നടക്കുന്ന തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ മൂലമുണ്ടാകുന്ന മർദ്ദവും. ഈ രണ്ട് ശക്തികളും പരസ്പരം തുല്യമായി നിലനിൽക്കുന്നതിനാലാണ് ഒരു നക്ഷത്രം സ്ഥിരമായി നിലകൊള്ളുന്നത്. നക്ഷത്രങ്ങളുടെ കേന്ദ്രഭാഗത്ത് ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേർന്ന് ഹീലിയം ആറ്റങ്ങളായി മാറുന്ന പ്രക്രിയയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഈ പ്രക്രിയയിൽ നിന്നും വൻതോതിൽ ഊർജം പുറത്തു വരികയും ചെയ്യുന്നു. ഈ ഊർജമാണ് നക്ഷത്രത്തെ പുറത്തേക്ക് തള്ളിവിടുന്ന മർദ്ദം സൃഷ്ടിക്കുന്നത്. ഈ മർദ്ദം ഗുരുത്വാകർഷണ ബലത്തെ പ്രതിരോധിച്ച് നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ പക്ഷേ ഈ സന്തുലിത അവസ്ഥ എന്നേക്കുമായി നിലനിൽക്കുകയുമില്ല. നക്ഷത്രത്തിൻ്റെ ഇന്ധനമായ ഹൈഡ്രജൻ തീർന്നു പോകുകയും ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രക്രിയ എന്നേക്കുമായി നിലയ്ക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യം എത്തുമ്പോഴേക്കും നക്ഷത്രത്തിൻ്റെ ഗുരുത്വാകർഷണ ബലത്തിന് മേൽക്കോയ്മ ലഭിക്കുകയും നക്ഷത്രം ഉള്ളിലേക്ക് ചുരുങ്ങുവാനായി ആരംഭിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങളിൽ കോറ് ഉള്ളിലേക്ക് വലിയുന്ന സമയം പുറംപാടുകൾ പുറത്തേക്ക് വികസിക്കുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്ന് അതൊരു റെഡ് ജെയിൻ്റായി മാറുകയും പിന്നീടൊരു വെള്ളക്കുള്ളനായി അവസാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ സൂര്യനേക്കാളും 10 ഇരട്ടിയോളം ഭാരമുള്ള നക്ഷത്രങ്ങളുടെ കാര്യം തീർത്തും വ്യത്യസ്തമാണ്. അവയുടെ ഗുരുത്വാകർഷണ ബലം അതിശക്തമായതിനാൽ അത് അനിയന്ത്രിതമായി ഉള്ളിലേക്ക് ചുരുങ്ങുകയും പിന്നീട് വലിയൊരു സ്ഫോടനത്തോടെ നശിക്കുകയും ചെയ്യും. ഇതിനെയാണ് നമ്മളൊരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്ന് വിളിക്കുന്നത്. ഈ സ്ഫോടനത്തിന് ശേഷം അതൊരു ന്യൂട്രോൺ നക്ഷത്രമോ അതുമല്ലെങ്കിൽ അതിൻ്റെ ഭാരത്തിനനുസരിച്ചുള്ള വ്യത്യാസം കാരണം ഒരു തമോ ഗർത്തവുമായി പര്യവസാനിക്കുകയും ചെയ്യുന്നു. സോ അപ്പം ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണമെന്നും പറ്റുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണമെന്നും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുക. ടാറ്റാ, ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.